ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങേക്കുള്ള വിഷ്വൽ പിന്നാലെ കാണിക്കും. അതിനു മുമ്പ് ജനറലി ഞാൻ ചോദിച്ച രണ്ട് കാര്യങ്ങൾ അങ്ങയോട് കൂടി ചോദിക്കുന്നു. ഒന്ന്, നമ്മുടെ ഈ ഒരു ദൗത്യത്തെക്കുറിച്ച്, മിഷനെക്കുറിച്ച്, ലോകമെമ്പാടും ഇങ്ങനെ പറന്ന ലോകത്തെ ഓരോ രാഷ്ട്രങ്ങളെയും, നിർണായക രാഷ്ട്രങ്ങളെ അവിടെ ചെന്ന് തെളിവുകൾ അക്കമിട്ട് നിരത്തി ഇതാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്, അല്ലാതെ അവർ വെടിവെച്ചു, നമ്മൾ തിരിച്ചടിച്ചു, ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നില്ല. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങയുടെ ഇതേക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ സാധാരണ പറയുന്നൊരു വാചകമുണ്ട്, നോൺ വയലൻസ് എന്ന് പറയുന്നൊരു കാര്യം. നമ്മളുടെ ഗാന്ധി മുന്നോട്ട് വെച്ചൊരു ആശയമായിട്ടാണ് നമ്മൾ സ്കൂൾ കാലം മുതൽ പഠിച്ച്, കുട്ടിക്കാലം മുതൽ നെഞ്ചിലേറ്റിയൊരു ആശയം. അത് വെറുതെ പറഞ്ഞതല്ല എന്ന് ബോധ്യപ്പെട്ടൊരു സമയമായിരുന്നു ഈ പറയുന്ന ഒരു യുദ്ധകാലം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ട് കണ്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ അവിടെ ഉയർത്തിപ്പിടിച്ചത് ഈ നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയം തന്നെയാണ് എന്നതാണ്. കാരണം നോൺ വയലൻസ് ഈസ് ദ വെപ്പൺ ഓഫ് ദ സ്ട്രോങ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഗാന്ധി പറഞ്ഞ കാര്യം തന്നെയാണ്. അത് നമ്മൾ കാണുമ്പോൾ അത് മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? അവിടെ അതിനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം, നമ്മളുടെ കഴിവിലുള്ളൊരു വിശ്വാസം നമുക്ക് വേണം, ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അത് ഇന്ത്യക്കുണ്ട്, അതിവിടെ നമുക്ക് കാണാൻ സാധിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനുള്ളൊരു മോറൽ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു മോറൽ സുപ്പീരിയോറിറ്റി അത് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിച്ചു, അത് നമുക്കുണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ എല്ലാ ഗ്രൗണ്ട്സിലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ഭീകര രാഷ്ട്രമെന്ന് നമുക്ക് വിളിക്കാവുന്ന തലത്തിലേക്ക് മാറുന്നതും, അവർ കൃത്യമായിട്ട് സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതും, അത് പഹൽഗാമിൽ അറ്റാക്ക് മുതൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അനുമോദിക്കുന്നത് മുതൽ, അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുന്നത് മുതൽ, അവരെ അനുമോദിക്കുന്നത് മുതലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടത്തിയ ടെറർ ടാർഗറ്റ്സ് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കിന് അവർ മറുപടി എന്നോണം അവർ ചെയ്തത് ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു സിവിലിയൻ എയർപ്ലെയിനെ വരെ മറയാക്കിക്കൊണ്ട് ഒരു അറ്റാക്കിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു മോറൽ ഡീഗ്രഡേഷൻ അത് അവിടെ വ്യക്തമാണ്. അതെന്താണ്? അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം നോൺ വയലൻസ് എന്നുള്ളത് പോയിട്ട് ഇതിനകത്ത് ഒരു തരത്തിലുള്ള നൈതികതയും അവർ ഉയർത്തിപ്പിടിച്ചിട്ടില്ല, ഒരു എത്തിക്സും അവർ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതും കൂടിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇതെല്ലാം നമുക്ക് തരുന്നൊരു കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്നത്, ഒരു ഇന്ത്യക്കാരനായിട്ട് നിലകൊള്ളുന്നതിൽ ഒരു ആത്മാഭിമാനവും അതുപോലെ തന്നെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള മൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റിയുമാണ് നമുക്ക് നൽകിയത് എന്നതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്നുള്ള രീതിയിൽ എനിക്ക് തുടക്കത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. അതിലൊരു അഭിമാനം കൊള്ളുന്നൊരു ഭാരതീയനായിട്ട് തന്നെയാണ് എനിക്കൊക്കെ നമ്മളിവിടെ അറിയാൻ, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ ആ രീതിയിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് നമുക്ക് ഇന്ന് താല്പര്യമുള്ളത്. അതാണ് തുടക്കത്തിൽ പറയാനുള്ളത്.